അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? പോർച്ചുഗൽ ആദ്യത്തെ മത്സരം സമനില പിടിച്ച സമയത്ത് കുറച്ച് നല്ലവരായ മനുഷ്യർ പോർച്ചുഗൽ ടീമിനെതിരെ വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നു, വിമർശനങ്ങൾ, ചീമുട്ടയേറ്, അങ്ങനെ മാനസികമായി എത്രത്തോളം തകർക്കാൻ ശ്രമിക്കാവോ ഒരു ടീമിനെ അത്രത്തോളം തകർക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ചു. എന്നിട്ടിപ്പം എന്തായി? ഒന്നല്ല രണ്ടല്ല 5 ഗോളാണ് ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ അടിച്ച് ജയിച്ചിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അപ്പം റൊണാൾഡോ അണ്ണൻ ഗോള് അടിക്കത്തില്ല. റൊണാൾഡോയുടെ കാലം കഴിഞ്ഞു. റൊണാൾഡോ ആണ് എല്ലാ പ്രശ്നത്തിനും കാരണം. റൊണാൾഡോ കാരണം എന്താ പറയുന്നത്, ടീമിനുള്ളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഒരു റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഇന്നത്തെ സ്റ്റാറ്റ്സ് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുഴുവൻ മത്സരത്തിലായിട്ട് റൊണാൾഡോയ്ക്ക് 10 ടച്ചാണ് ബോക്സിനകത്ത്, ഓപ്പോസിഷൻ്റെ ബോക്സിനകത്തുള്ളത്. അതിൽ 7 ഷോട്ട് അറ്റംപ്റ്റ്സ് ഉണ്ട്, 5 എണ്ണം ഓൺ ടാർഗറ്റ്, 2 ഗോൾ. ഇതിൽ പരം എന്താണ് റൊണാൾഡോ ചെയ്യേണ്ടത്? ഈ 2 ഗോളിലൊന്നും അവസാനിക്കേണ്ടതല്ല റൊണാൾഡോയുടെ ഗോൾ ടാലി. ഇന്ന് മിനിമം 3 ഗോൾ അടിക്കേണ്ടതാണ്. ഒരു 3 ചാൻസെങ്കിലും പുള്ളി മിസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം റൊണാൾഡോയെക്കുറിച്ച് സ്ലാട്ടാൻ മത്സരത്തിന് ശേഷം പറയുന്നുണ്ട്, റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് പോർച്ചുഗലിന് യാതൊരു ഉപകാരവും ഇല്ല. റൊണാൾഡോ ഇങ്ങനെ ടാപ്പിൻ ചാൻസ് നോക്കി നടക്കുകയാണ്. അങ്ങനെ ഗോൾ സ്കോർ ചെയ്യണം, എല്ലാ ഗോളും എനിക്ക് തന്നെ സ്കോർ ചെയ്യണം, അങ്ങനെ ആ ഒരു സ്വാർത്ഥത, ടീമിന് വേണ്ടി വർക്ക് ചെയ്യാത്ത മനുഷ്യൻ, ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഇങ്ങനത്തെ ഒരു മത്സരത്തിന് ശേഷം സ്ലാട്ടാൻ പോലൊരു ഫുട്ബോൾ പ്ലെയറിന് റൊണാൾഡോ പോലൊരു ഇതിഹാസത്തിനെതിരെ സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊരു മനുഷ്യനുണ്ട്, തിയറി ഹെൻറി, അവനും ഇതേ ചൊറിച്ചിലാണ് ഈ റൊണാൾഡോയെ കാണുമ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോയുടെ ഇന്നത്തെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ റൊണാൾഡോ കളിച്ച ഒരു രീതി, റൊണാൾഡോയുടെ ഗോളുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. റൊണാൾഡോയുടെ 2 ഗോളിൽ ആദ്യത്തെ ഗോളെന്ന് പറയുന്നത് ഒരു പ്യുവർ സ്ട്രൈക്കർ, ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണോ അത് വെളിവാക്കുന്ന തരം ഗോള്. അതായത് ബോക്സിനുള്ളിൽ ഫോക്സ് ഇൻ ദ ബോക്സ് നമ്മളെല്ലാവരും പറയും സ്ട്രൈക്കർമാരെ കുറിച്ച്, ഫോക്സ് ഇൻ ദ ബോക്സ്. അതായത് ബോക്സിനകത്ത് കിട്ടുന്ന അവസരങ്ങളിൽ ചാടി വീണ് സ്കോർ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, അത് ക്യാൻസലോടെ ആ ഒരു ക്രോസിൽ റൊണാൾഡോയുടെ ഗോള്. 2ാമത്തെ ഗോളിൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ബ്രൂണോ ഫെർണാണ്ടസ് റൊണാൾഡോയുടെ റൺസിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു വിങ്ങർ, റൈറ്റ് വിങ്ങിൽ നിന്നൊരു വിങ്ങർ റണ്ണ് ചെയ്യുന്ന രീതിയിൽ ബോളിന് അഗൻസ്റ്റായിട്ട് റണ്ണ് നടത്തിപ്പോയി. ആ ഒരു സ്ട്രെയിറ്റ് റണ്ണല്ല നടത്തുന്നത്, ഒരു ആംഗിൾ, ഇത്തരം ഒരു ആംഗിളിലാണ് പുള്ളി ആ ഒരു ഷോട്ട് എടുക്കുന്നത്. ആ ആംഗിളിൽ ഷോട്ട് എടുത്ത് വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഇത്തരം വിങ്ങുകളിലുള്ള റൺസ് നമ്മൾ റൊണാൾഡോയുടെ പ്രതാപകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല. അപ്പം ഇപ്പോൾ ഒരു വിങ്ങറിൻ്റെ ഒരു ആസ്പെക്റ്റ്, അതേപോലെ തന്നെ ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതല്ലാതെ തന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മളെ ഗോൾ കീപ്പറിനെ പോയി പ്രസ് ചെയ്യുന്നുണ്ട് റൊണാൾഡോ. ഗോൾ കീപ്പറിനെ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്തിട്ട് ടേൺ ചെയ്ത് പുള്ളിയുടെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി കാണിച്ചുകൊണ്ട് സ്വന്തമായി ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഷോട്ട് അറ്റംപ്റ്റ് വരെ നടത്തിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ. ഇതൊന്നും പോരാഞ്ഞിട്ട് റൊണാൾഡോ ആ ഒരു ഫ്രീ കിക്ക്, നൂണോ മെൻഡിസിൻ്റെ ആ ഒരു ഫ്രീ കിക്ക് ഗോളിൻ്റെ സമയത്ത് ഒരു ഡീക്കോയ് മൂവ്, പുള്ളിയാണ് ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ള തരം ഒരു തോന്നൽ വരുത്തിക്കൊണ്ടൊരു ഡീക്കോയ് മൂവ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അസിസ്റ്റ് നൂണോ മെൻഡിസിന് സമ്മാനിക്കാനും ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? സ്ലാട്ടാനോട് എനിക്ക് സഹതാപം മാത്രം. അവിടെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യനെ, മെസ്സി എന്ന് പറയുന്ന മനുഷ്യനോട് റൊണാൾഡോ ഫാനായ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനെ പൊക്കി കാണിച്ചുകൊണ്ട് വേറൊരു ലെജൻഡറി പ്ലെയറിനെ താഴ്ത്തി കിട്ടുന്ന ഒരു സ്വഭാവം വേറെ ആര് ചെയ്താലും കുഴപ്പമില്ല, ഒരു ഫുട്ബോൾ പ്ലെയർ തന്നെ ചെയ്യുമ്പോൾ ആ മനുഷ്യനോട് എനിക്ക് സഹതാപം മാത്രം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോർച്ചുഗൽ ടീമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു പോർച്ചുഗൽ ടീം കളിച്ച രീതി, ആ ഒരു ഫുട്ബോൾ ഇന്ന് എഫക്റ്റീവ് ആകാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പല പ്ലെയേഴ്സിനെയും അവരുടെ നാച്ചുറൽ പൊസിഷനിലാണ് പോർച്ചുഗലിൻ്റെ കോച്ച് കളിപ്പിച്ചത്.
ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കഴിഞ്ഞ മത്സരത്തിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനും അങ്ങനെ ഒരു എന്നാ പറയുന്നത് അവരുടെ ഗെയിം കൺട്രോൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഇന്ന് ആ ഒരു നമ്പർ 10 യുണൈറ്റഡിൽ എങ്ങനെയാണോ ബ്രൂണോ ഫെർണാണ്ടസിനെ യൂസ് ചെയ്യാറ് ആ രീതിയിൽ യൂസ് ചെയ്തപ്പം ഫലം കണ്ടു. പുള്ളി ക്രോസസ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നുകൊണ്ട്, അതായത് ഏകദേശം റൈറ്റ് വിങ്ങിൽ നിന്നുകൊണ്ട് ആ ഒരു ബോക്സിലോട്ടുള്ള സ്വിങ്ങിങ് ക്രോസുകൾ, ത്രൂ ബോളുകൾ, റൊണാൾഡോയെ ഫൈൻഡ് ചെയ്ത് ആ ഒരു അസിസ്റ്റിലുള്ള ആ ഒരു ത്രൂ ബോളുകൾ, പുള്ളി ബോക്സിന് പുറത്തുനിന്ന് ഷോട്ടുകൾ എടുക്കുന്നു, അങ്ങനെ മാക്സിമം ഫൈനൽ തേർഡിലോട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പോർച്ചുഗൽ എന്ന് പറയുന്ന ടീം അവർ വിങ് വഴിയാണ് കൂടുതൽ അറ്റാക്കുകൾ നടത്താറ്. അപ്പോൾ ആ ഒരു വിങ് വഴി, 2 വിങ് വഴി, ഒരു സൈഡിൽ നിന്ന് ന്യൂനോ മെൻഡസ്, അതുപോലെ തന്നെ ജാവോ ഫെലിക്സ്, അതേപോലെ തന്നെ റൈറ്റ് വിങ് വഴി പെഡ്രോ നെറ്റോ, അതേപോലെ തന്നെ ക്യാൻസലോ, ഇവരുടെയൊക്കെ റൺസ്, കട്ട് ബാക്ക്, ക്രോസുകൾ. അപ്പോൾ ഇവരുടെ ഈ വിങ് വഴി വരുന്ന കട്ട് ബാക്കിനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലേറ്റ് റൺസ് ബ്രൂണോ ഫെർണാണ്ടസ്, അതേപോലെ തന്നെ ജാവോ നെവസ്, പിന്നെ വിറ്റീഞ്ഞ ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെയാണ് അവർ ആ ഒരു ബോക്സിനെ, അല്ലെങ്കിൽ ആ ഒരു ബോക്സിനുള്ളിലുള്ള ആ ഒരു സോൺ 14 അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഈ ഒരു പോർച്ചുഗൽ ടീമിൽ കണ്ട ആ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 2 വിങ് വഴിയുള്ള കട്ട് ബാക്കുകൾ, ക്രോസുകൾ. അപ്പോൾ അതുവഴി അവർക്ക് സ്കോർ ചെയ്യാനും ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു പോർച്ചുഗൽ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു എന്നാ പറയുന്നത്, ഒരു പേടിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസാണ്. ഇന്ന് ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ടീം ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ഒരു ടീമാണ്. അവർ ഓഫ് ദ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമാണ്. ഭയങ്കര അഗ്രസീവായിട്ട് ബോൾ വിൻ ചെയ്യാനും അറ്റാക്ക് നടത്താനും ഒക്കെ ശ്രമിക്കും. പക്ഷേ ഈ ബോൾ വിന്നിങ്ങും ഫിസിക്കാലിറ്റിയും അല്ലാതെ പോർച്ചുഗലിനെ കവച്ച് വെക്കുന്ന തരം ടെക്നിക്കൽ എബിലിറ്റി ഈ ഒരു ടീമിനില്ല. അതുകൊണ്ടാണ് അവർ ഗോൾ സ്കോർ ചെയ്യാഞ്ഞത്. അപ്പോൾ അവർക്ക് ചാൻസസ് കിട്ടിയിട്ടുണ്ട്. അവർ കിട്ടുന്ന ചാൻസുകളിലൊക്കെ അവർ പോർച്ചുഗലിൻ്റെ ഡിഫൻസിനെ എങ്ങനെ തുറന്ന് കാണിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പം വലിയ ടീമുകളെ നേരിടുമ്പം അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു ഡിഫൻസീവിലുള്ള ഈ ഒരു മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ ഡിഫൻസ് പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആകുന്ന ഈ ഒരു പ്രവണത, അപ്പോൾ അതിനെ എങ്ങനെ ഈ ഒരു പോർച്ചുഗൽ ടീം, അതേപോലെ തന്നെ റോബർട്ടോ മാർട്ടിനസ് ടാക്കിൾ ചെയ്ത് ശരിയാക്കിയെടുക്കും എന്നുള്ളത് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ ഏറ്റവും ടഫായിട്ടുള്ള മത്സരമാണ് പോർച്ചുഗലിനെ സംബന്ധിച്ച്. കൊളംബിയ ആയിട്ടുള്ള മത്സരം കൂടെ ജയിച്ച് ഗ്രൂപ്പ് ടോപ്പറായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പനാമ അങ്ങനത്തെ ടീമുകളൊക്കെ ആയിരിക്കും നേരിടാൻ പോകുന്നത്. 3rd സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ ഫേസ് ചെയ്യേണ്ടി വരും അടുത്ത റൗണ്ടിൽ. അത് മൂന്നാമതൊന്നും പോർച്ചുഗൽ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്പർ 1 ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യട്ടെ, പനാമയായിട്ട് കളിക്കട്ടെ, അങ്ങനെ ഒരു സ്മൂത്തായിട്ടൊരു ക്വാർട്ടർ വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നോട്ട് പോയാൽ. അപ്പോൾ പോർച്ചുഗൽ ഈ ഒരു മത്സരമൊക്കെ ജയിച്ച് ആ ഒരു തിരിച്ചുവരവ് നടത്തുന്നത് കാണുമ്പം ഉള്ളൊരു സന്തോഷം. ഇനിയിപ്പോൾ ആ ഒരു നെയ്മറും കൂടെ ഒന്ന് ഗോളടിച്ച് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അണ്ണൻ ഗോളടിച്ച് ആ ഒരു മറുപടിയൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഐ ആം ബാക്ക് എന്ന് കാണികളെ നോക്കി പുള്ളിയുടെ ആ ഒരു പറച്ചിൽ മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ചൊക്കെ ആയി മാറുന്നതൊക്കെ കാണുമ്പോൾ ഇരട്ടി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നാലും പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ച് ഇതൊന്നും ഒത്തിരി സന്തോഷിക്കേണ്ട കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കാരണം ഇനിയിപ്പം വലിയ ടെസ്റ്റുകൾ മുന്നിലേക്കുണ്ട്. അതിൽ ഫോക്കസ് ചെയ്ത് ടീം നല്ല രീതിയിൽ പ്രിപ്പയർ ആകണം. പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി കുറേ കൂടെ സ്ട്രോങ്ങർ ആകാൻ ടീം ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ ആഗ്രഹം. അപ്പം വീഡിയോയെ പറ്റിയും മാച്ചിനെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടാണ്.